ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ ആംപ്ലിഫയർ അസംബ്ലിങ്ങിൻ്റെ തേർഡ് പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു 3 പാർട്ട് കണ്ടിട്ടുള്ള ഇച്ചിരി അത്യാവശ്യം ഇലക്ട്രോണിക്സ് അറിയുന്ന ആർക്കായാലും നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ട്, അതായത് ആംപ്ലിഫയർ ലവേഴ്സിനും ആംപ്ലിഫയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മളൊരു Q&A സംഘടിപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഞാനിടും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റായിട്ട് ചോദിക്കാം. കാര്യം എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ പേര് നമ്മുടെ പല വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരുപാടെണ്ണം എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്, പറഞ്ഞു തരാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലാത്തത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പവർ സപ്ലൈ സെക്ഷനകത്ത് നമ്മളൊരു റെഗുലേറ്റർ IC ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 7812 IC ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ നമുക്ക് നമ്മുടെ റിമോട്ട് കിറ്റിന് വേണ്ടിയുള്ള 12 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. റിമോട്ട് കിറ്റിനകത്ത് നമ്മൾ സപ്ലൈ ചെല്ലുന്നിടത്തൊരു 7808, അതായത് 8 വോൾട്ടിൻ്റെ റെഗുലേറ്റർ കിടപ്പുണ്ട്. നമ്മൾ എങ്ങനെയായാലും 12 വോൾട്ടിൻ്റെ സപ്ലൈ നമ്മൾ ആക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു 16 വോൾട്ടൊക്കെ വരും. അപ്പോൾ അതിനെ ഡയറക്റ്റ് അതിലോട്ട് കൊടുത്താൽ 78 ചൂടാവും. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ 12 വോൾട്ട് ആക്കിയിട്ട് പിന്നെ ഇതിനെ അതിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പിന്നൗട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കൊടുക്കാൻ, ഒന്നും മാറിപ്പോവില്ല. നമ്മൾ സോക്കറ്റ് എല്ലാം തന്നെ അതിൻ്റെ എർത്തുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് ഷോർട്ട് ചെയ്യുക. ഒറ്റ എർത്ത് നമ്മൾ കൊടുത്താൽ മതി ഔട്ട്പുട്ടിലോട്ട്. FLFR SLSR സെൻറ്റർ എല്ലാത്തിൻ്റെ എർത്ത് ഒരുമിച്ച് നമ്മൾ ഷോർട്ട് ചെയ്തെടുക്കുക. സബ്വൂഫറിന് നമ്മൾ ശ്രദ്ധിക്കണം, സബ്വൂഫറിന് 2 പോസിറ്റീവ് ഔട്ടാണ് വരുന്നത്, അതുകൂടെ ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ ഫോർമോസറ്റ് ബോർഡിന് 2 പോസിറ്റീവ് ഔട്ടാണ് വരുന്നത്. സോ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. നമ്മളിപ്പം അതിൻ്റെ ആ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വയർ. ഇത് നമുക്ക് സ്പീക്കറിൽ നിന്നുള്ള ഔട്ട് എടുക്കാനും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അധികം ഗേജ് ഇല്ലാത്ത വയറാണ്. അത് 70 to 80 വാട്ട്സ് എന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വയർ എടുത്തിരിക്കുന്നത്. അല്ലാത്ത കാര്യത്തിനെല്ലാം നമ്മൾ 1 സ്ക്വയർ വയർ എടുക്കുക. 1 സ്ക്വയർ വയർ നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന 1 സ്ക്വയർ വയർ എടുക്കുക. അതിപ്പം പവർ സപ്ലൈക്കായാലും നമ്മുടെ സബിൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ള കാര്യങ്ങൾക്കായാലും എല്ലാതും നമ്മൾ 1 സ്ക്വയർ വയർ എടുക്കുക. ഇപ്പം ഞാൻ സ്പീക്കറിലേക്ക് എടുത്തേക്കുന്ന വയറാണ് ഇത്. ഞാൻ എൻ്റെ ഗേജ് കാണിച്ചു തരാം. അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല ഗേജ് ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള വയർ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ പവർ സപ്ലൈ സെക്ഷനിലേക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 15 ആമ്പിയറോളം പവറുള്ള ട്രാൻസ്ഫോമറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കറണ്ട് ഫ്ലോ ഇതിലൂടെ നടക്കില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളിത് ഉപയോഗിക്കരുത്. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ബോർഡും അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻപുട്ട് ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും പറയാത്തത്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞത് എർത്തെല്ലാം ഒരുമിച്ച് യോജിപ്പിക്കണം. ആ എർത്തുകളെല്ലാം നമ്മൾ ഒരുമിച്ച് ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരൊറ്റ എർത്ത് മാത്രം എടുത്ത് നമ്മളെ ബോർഡിലേക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. 1 സ്ക്വയർ വയറിനാണ് നമ്മൾ സബിൻ്റെ ഔട്ടിന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇത്തിരി കനം കൂടി ഒരു പച്ച വയറും ഒരു കറുത്ത വയറും അതിൽ കിടപ്പുണ്ട്. അത് സബിനുള്ള ഔട്ടാണ്. അതും കൂടെ ശ്രദ്ധിച്ചോണം. ഒരിക്കലും ചെറിയ വയറെടുത്ത് സബിന് കൊടുക്കരുത്. പിന്നെ ഹീറ്റ് സിങ്ക് നമ്മൾ ശ്രദ്ധിച്ചോണം. TDS 7994 IC ഹീറ്റ് സിങ്ക് നല്ല രീതിയിൽ ചൂടാവും. അതൊരു കാരണവശാലും വേറൊരു വയറുമായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. വയറുകളെല്ലാം തന്നെ ഹീറ്റ് സിങ്കിൽ നിന്ന് ദൂരെ മാറി തന്നെ നിൽക്കണം. ഇതാണ് നമ്മൾ സബിൻ്റെ ഔട്ട് കൊടുത്തിരിക്കുന്നത്. 1 സ്ക്വയർ വയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിനകത്ത് നമുക്ക് പോസിറ്റീവ് ഇൻപുട്ട്സ് മാത്രം കൊടുത്ത് പോസിറ്റീവ് ഔട്ട്പുട്ട്സ് മാത്രം എടുത്താൽ മതി. എർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എർത്ത് കൊടുത്തില്ലെങ്കിലും പ്രൊട്ടക്ഷൻ വർക്കാവും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് ഇൻപുട്ട്സ് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. ആംപ്ലിഫയറിൻ്റെ എർത്ത് അതിൽ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കണക്ഷൻ ഞാൻ ഇപ്പോൾ കാണിച്ചത്. അതായത് നമ്മുടെ ആ ഒരു 4750 തൊട്ട് കപ്പാസിറ്റർ, മെയിൻ കപ്പാസിറ്ററിൽ നിന്നുള്ള കണക്ഷൻ പോസിറ്റീവ്, എർത്ത് നെഗറ്റീവ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കുക. മനസ്സിലായി? അതുപോലെ ഇപ്പോൾ ഞാൻ കാണിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് നമ്മളെടുത്ത് ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിന് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ഇൻപുട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ നിന്നുള്ള ഒരു എർത്ത് മാത്രം നമ്മൾ ഡയറക്റ്റ് ഒരു എർത്ത് പോളി കൊടുത്താൽ മതി. കാര്യം നമ്മൾ എർത്തെല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം സെറ്റാണ്. ഇനി നമ്മൾ ഇൻപുട്ട് എടുത്ത് ഈ ഒരു ഇതിൽ കൊടുക്കുക, നമ്മുടെ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ അതെനിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പവർ സപ്ലൈക്ക് യൂസ് ചെയ്യുന്ന വയർ. 1 സ്ക്വയർ വയർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പവർ സപ്ലൈക്കും സബിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടി മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നിങ്ങൾ ഷോപ്പിൽ പോയി മേടിക്കുക. മീറ്ററിന് 10 രൂപയ്ക്ക് ആവത്തുള്ളൂ, വലിയ വിലയൊന്നും ആവത്തില്ല. അപ്പോൾ നിങ്ങൾ പല കളറുള്ള മേടിച്ചാൽ അത്രത്തോളം എളുപ്പമായിരിക്കും. ഒരു കാരണവശാലും പോസിറ്റീവ് എർത്ത് നെഗറ്റീവ് തിരിഞ്ഞു പോകത്തില്ല. സോ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്.
നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പവർ സപ്ലൈയുടെ വീഡിയോ കണ്ടവർക്കറിയാം പോസിറ്റീവും എർത്ത് നെഗറ്റീവും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ള, ഞാൻ ഈ ബോർഡിനകത്ത് ഫ്യൂസ് ഇട്ടിട്ടില്ല. ഫ്യൂസ് ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂസ് പലപ്പോഴും പെട്ടെന്ന് സഡൻ ഓൺ ആക്കുമ്പോൾ ലോഡുള്ള സമയത്ത് ഫ്യൂസ് പോകുന്ന ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫ്യൂസ് ഒഴിവാക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പോസിറ്റീവിന് വേണ്ടി ചുവന്ന വയറും എർത്തിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കറുത്ത വയറും പിന്നെ ഒരു നീല വയർ എടുത്തിരിക്കുന്നത് നെഗറ്റീവിന് വേണ്ടിയാണ്. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ് നമ്മളതിനെ എടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ സ്പീക്കറിനൗട്ട് ഔട്ട്, അതായത് പോസിറ്റീവ് ഔട്ട് കണക്ഷൻ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളെടുത്ത് ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഔട്ട്പുട്ട് ഡയറക്റ്റ് ഇതിലേക്ക് പോകുന്നത്. പിന്നെ നിങ്ങൾ ഓരോ വയറും എടുക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ടാഗ് ചെയ്ത് തന്നെ പോവുക. ഇല്ലെങ്കിൽ പിന്നെ അവസാനം ഈ ബോർഡെല്ലാം പറക്കിച്ച് ടാഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ടാഗിങ് ആണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിന് ഒരു ഭംഗി ഉണ്ടാകുന്നത്. പിന്നെ എത്രത്തോളം നമ്മൾ ഒതുക്കി ചെയ്യുന്ന അത്രത്തോളം നമുക്ക് നോയ്സ് കാണത്തില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്, ആംപ്ലിഫയർ ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഓൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. സോ എല്ലാ ആംപ്ലിഫയർ ബോർഡ് വർക്കിംഗ് ആണെന്നുള്ളൊരു സംഗതിയാണ്. അതില്ലെങ്കിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓൺ ആവും, അല്ല സ്പീക്കർ പ്രൊട്ടക്ഷൻ അടിച്ചിടും. ഇപ്പം നമ്മുടെ എല്ലാ ബോർഡും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് എന്ന് ഉറപ്പായി. നമ്മൾ ഫ്രണ്ട് പാനൽ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വുഡ് ഫിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് റിമോട്ട് കിറ്റിൻ്റെ പാനലും ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ക്രൂ ചെയ്ത് മുറുക്കിയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് പാനൽ ചെയ്യിക്കുകയാണെങ്കിൽ ആ പുള്ളിക്കാരൻ വളരെ കൃത്യമായിട്ട് അതിന് എവിടെയൊക്കെ സ്ക്രൂ ചെയ്യണം അവിടെ എല്ലാം സാധനങ്ങൾ വെച്ച് തരും. അവിടെ നമ്മൾ ജസ്റ്റ് എടുത്തങ്ങ് സ്ക്രൂ ചെയ്താൽ മാത്രം മതി, വലിയ പണിയൊന്നുമില്ല. അപ്പോഴെല്ലാം നല്ല ഫിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള. പക്ഷേ റിമോട്ട് കിറ്റ് എന്നുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ ഫാനില്ല, ആ ഫാനിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ നമ്മുടെ സബ് ബൂഫറിൻ്റെ ബോർഡ് വെക്കുന്നത്. കാര്യം ഡൗൺ ഫെയറിംഗ് ആയിട്ടാണ് ഫാൻ വന്നേക്കുന്നത്. ബോർഡ് നല്ല രീതിയിൽ കൂളാവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത കണക്ഷൻ ഓക്കെ ആക്കിയിരിക്കുകയാണ്. അതായത് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് റിമോട്ട് കിറ്റിൻ്റെ മദർ ബോർഡിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റൊട്ടേറ്ററി എൻകോഡറിലേക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മാനുവലി നോക്കി അറിയാൻ പറ്റും എവിടെയൊക്കെ കണക്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്നുള്ള 5.1 ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടാണല്ലോ നമുക്ക് ബോർഡിലേക്ക് പോകേണ്ടത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 3 വന്നിട്ടില്ല, ഈ 3 സെപ്പറേറ്റ് വന്നിരിക്കുന്നത് ഒന്ന് ഇപ്പോൾ ഈ ചുവന്ന വയർ സെൻറ്ററും ബാക്കി വെള്ള വയർ സബ്ബുമാണ്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്സ് വന്നേക്കുന്നത്. അതെല്ലാം നമ്മൾ കൊണ്ടുചെന്ന് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഇൻപുട്ട്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സോൾഡറിങ് കാണിക്കാത്ത കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈസി ആയിട്ട് ഒരാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, സോൾഡറിങ് അറിയാവുന്ന ഒരാൾക്ക്. സോ കാര്യങ്ങളെല്ലാം അപ്പോൾ സെറ്റാണ്. സബിൻ്റെ ബോർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാനിത് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ആ സ്പീക്കറിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കി, പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ബോർഡും സെറ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ അത് ഓണാക്കി നോക്കുക. എന്തെങ്കിലും ഇഷ്യൂ കാണിച്ചാൽ പിന്നെ നമ്മളിതെല്ലാം കൂടെ വലിച്ചിളക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരു സംഗതി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഓണാക്കി ഓരോന്ന് ചെക്ക് ചെയ്ത് പോവുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ സബിൻ്റെ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സബിൻ്റെ ബോർഡ് നമ്മൾ ഈ ഒരു ഫാനിൻ്റെ മുകളിൽ നല്ല ടൈറ്റായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിനകത്ത് വലിയ പാടൊന്നുമില്ല. നമ്മൾ നേരത്തെ സ്പീക്കറിൻ്റെ ബോർഡിന് കണക്ഷൻ കൊടുത്ത് അവിടെ നിന്ന് തന്നെ 3 വയർ നമ്മൾ എടുക്കണം. പോസിറ്റീവ് വയർത്ത് നെഗറ്റീവ് എടുക്കണം. പിന്നെ 2 വയർ നമ്മുടെ സ്പീക്കർ സബിൻ്റെ ഔട്ട്പുട്ടാണ്. ആ ഔട്ട്പുട്ടിൽ ഒരു വയർ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇന്നിലേക്കും, ഒരു വയർ ഡയറക്റ്റ് അങ്ങ് ഔട്ട്പുട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ സാർ, നമുക്കിതിൻ്റെ കണക്ഷൻ നോക്കാം. പോസിറ്റീവ് എർത്ത് നെഗറ്റീവ് അങ്ങനെ. പിന്നെ ഇതിൻ്റെ 2 ഔട്ട് പോസിറ്റീവാണ് എടുക്കേണ്ടത്. അതിന് ഗ്രൗണ്ട് ഇല്ല ഔട്ട്പുട്ടിൽ, ബ്രിഡ്ജ്ഡ് ബോർഡാണ്. സോ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കണം, ഒരിക്കലും മാറിപ്പോരുത്. ഗ്രൗണ്ട് എടുത്ത് കൊടുത്താൽ ബോർഡ് കംപ്ലൈൻ്റ് ആയിപ്പോവും. അവിടെ അതനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യുക. 2 പോസിറ്റീവാണ്, ഒരിക്കലും മാറിപ്പോരുത്. ഇതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് വയറും ഗ്രീൻ വയറും എടുത്തിരിക്കുന്നത്. ഗ്രീൻ വയർ ഡയറക്റ്റ് അങ്ങ് സോക്കറ്റിലേക്ക് പോവുകയാണ്. ബ്ലാക്ക് വയർ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ അതോടെ കയറി ഇറങ്ങി പോവുകയാണ്. സോ ഇതും ഒരു പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോവും. ആംപ്ലിഫയർ ബോർഡ് കത്തിപ്പോയാൽ നമ്മുടെ സബ് അടിച്ച് പോകത്തില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുവന്ന വയർ പോസിറ്റീവിലോട്ടും ബ്ലൂ വയർ നെഗറ്റീവിലോട്ടും ബ്ലാക്ക് എർത്തിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ഒന്ന് നമ്മുടെ പവർ സപ്ലൈയിലും കയറുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിടിച്ചു കൊടുക്കുക, ഓണാക്കുക. ഇതിപ്പോൾ എൻ്റെ ഫാൻ ഡയറക്റ്റിൻ്റെ അടിയിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം ഫാൻ ഓൺ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കാരണത്തിലും ചൂടാവത്തില്ല. ഇനി നമുക്ക് കണക്ഷൻ ഉള്ളത് നമ്മുടെ ഫാനിൻ്റെയാണ്. ഫാനിൻ്റെ 2 ഫാനുണ്ട്. 2 ഫാനിൻ്റെയും 2 പോസിറ്റീവുകൾ നമ്മൾ യോജിപ്പിക്കുക, 2 നെഗറ്റീവ് നമ്മൾ യോജിപ്പിക്കുക. അതിനെ പാരൽ ചെയ്തിട്ട് നമ്മൾ നേരെ എടുത്ത് നമ്മളെ പവർ സപ്ലൈയിലോട്ട് കൊണ്ടു കൊടുക്കുക. പവർ സപ്ലൈയുടെ പോസിറ്റീവും നമ്മളൊരു ഫാനിന് വേണ്ടി ഒരു സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുത്തിട്ടില്ല. നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ അതേ പവർ സപ്ലൈ തന്നെ നമ്മൾ നമ്മുടെ ഫാനും കൊടുക്കും.
സോ അടുത്തിട്ട് നമുക്ക് സബിൻ്റെ ഔട്ട് എടുക്കണം. സബിൻ്റെ ഔട്ട് എടുത്ത് നമ്മൾ സബിൻ്റെ ബോർഡിലേക്ക് ഇന്നായിട്ട് കൊടുക്കണം. അതിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം അത് അവിടുന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതൊരു ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അത് നമ്മളൊരു വോളിയം കൺട്രോൾ വഴി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം സബിൻ്റെ വോളിയം കൺട്രോൾ നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുവഴി തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സെൻറ്ററിൻ്റെ റെഡ് നമ്മൾ സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റേതിൻ്റെ വൈറ്റും, അതായത് സബ് വൂഫറിൻ്റെ വൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ എർത്തും നമ്മൾ ഒരു ഷീൽഡ് കേബിൾ വഴി കൊണ്ടുവന്ന് അത് നേരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇവിടെ ഒരു വോളിയം കൺട്രോൾ, അതായത് ഒരു വോളിയം കൺട്രോൾ ഇട്ട് കണക്ട് ചെയ്യണം. വോളിയം കൺട്രോളിൻ്റെ കണക്ഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. എളുപ്പം കണക്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. നമ്മളൊരു 47K വോളിയം കൺട്രോൾ എടുക്കുക. 47 100K ഏതുകൊണ്ട് എടുത്താൽ മതി. ഇതിനടുത്താൽ ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ്, നമ്മുടെ ഇതിൻ്റെ ലെഗ് നമ്മുടെ നേരെ പിടിക്കുമ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡ് എർത്താണ്, നടുക്ക് ഔട്ട്പുട്ടും അപ്പുറത്തത് ഇൻപുട്ടുമാണ്. സോ ലെഫ്റ്റ് എർത്ത്, നടുക്ക് ഔട്ട്പുട്ട്, ഏറ്റവും റൈറ്റ് സൈഡിലെ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. നമ്മളിപ്പോൾ കൊണ്ടുവന്ന വയറിനകത്ത് തന്നെ 2 വയറേ ഉള്ളൂ. അതിൽ ഒന്ന് എർത്താണ്. എർത്ത് കോമൺ ആയിട്ട് തന്നെ പൊക്കോളും. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതേ നമ്മുടെ ആ ഒരു ലെഗിൽ എർത്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സെൻട്രൽ കൂടിയാണ്, അങ്ങേറ്റം ഇൻപുട്ടാണ്. ഈ 2 വയർ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഷീൽഡ് കേബിൾ എടുത്തപ്പോഴേക്ക് എർത്തിന് നമ്മുടെ ഷീൽഡും എടുത്തു. മറ്റേൻ്റെ 2 പോസിറ്റീവ് വെള്ളയും ചുവപ്പും വയറോടെ ഞാൻ ഷോർട്ട് ചെയ്തത് ഇൻപുട്ടാക്കി എടുത്തു. സോ അത് രണ്ടും സെയിം സംഗതി തന്നെയാണ് അതിനകത്തോടെ കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു ഡൗട്ട് അടിക്കേണ്ട, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അതിനെ അവിടെ കൊണ്ടു ചെന്നാൽ ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻപുട്ട് 2 വന്നിരിക്കുന്നത് ചുവപ്പും വെള്ളയോടെ ഷോർട്ട് ചെയ്ത് ഇൻപുട്ടായിട്ട് വന്നിരിക്കുകയാണ്. സോ അത് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് കണക്ട് ചെയ്തതേ അവിടെ നമ്മുടെ ആംപ്ലിഫയർ ബോഡി കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഈ ഒരു പവർ സപ്ലൈയിൽ നിന്ന് ബ്ലൂ LED സ്ട്രിപ്പാണ് കൊടുത്തേക്കുന്നത്, അതും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ആംപ്ലിഫയർ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോവാണ്. ഇതിപ്പോൾ എല്ലാ സെറ്റാണ്. നമ്മൾ നോബും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. എല്ലാം സംഗതി ഓക്കെയാണ്. ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ കാണിക്കുന്നില്ല. ഹീറ്റിങ്ങോ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിത് ഓണാക്കി ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴി നമുക്ക് കുറച്ച് സോങ്സ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിന് മുന്നോടിയായി നിങ്ങൾ എല്ലാ ചാനലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരിക്കണം. ഏതെങ്കിലും ചാനലിൽ നോയ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു നോയ്സും ഇല്ല. സോ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സബ് ഔട്ടും 5 സ്പീക്കർ ഔട്ടുമാണ് വന്നേക്കുന്നത്. നമുക്ക് ഒരു സ്പീക്കർ വെച്ച് തന്നെ എല്ലാ ചാനലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ സെറ്റാണ്. നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. സംഗതി ഫുൾ സെറ്റാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.